കാസർഗോഡ് കടപ്പുറത്ത് തലയില്ലാത്ത നിലയിൽ കണ്ടെത്തിയ മൃതദേഹത്തിന് പിന്നിൽ ദുരൂഹതയേറുന്നു. കടലിൽ ഒഴുകിയെത്തിയത് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കാത്ത മൃതദേഹമെന്ന് കണ്ടെത്തി. ഏകദേശം 45 വയസ്സ് പ്രായം തോന്നിക്കുന്ന പുരുഷന്റെ മൃതദേഹമാണെന്ന് സ്ഥിരീകരിച്ചു. മൃതദേഹത്തിലെ മുറിവുകൾ കേരളത്തിന് പുറത്തെവിടെയോ പോസ്റ്റ്മോർട്ടം ചെയ്തതിന്റെ ലക്ഷണങ്ങളാണെന്നാണ് സൂചന. മൃതദേഹം ആരുടേതെന്ന് കണ്ടെത്താനാകാതെ കുഴങ്ങി കാസർഗോഡ് കോസ്റ്റൽ പോലീസ്. കഴിഞ്ഞ ശനിയാഴ്ചയാണ് നെല്ലിക്കുന്ന് കടപ്പുറത്ത് തലയില്ലാത്ത നിലയിൽ അജ്ഞാത മൃതദേഹം കരക്കടിഞ്ഞത്. കടലിൽ പോയ മത്സ്യത്തൊഴിലാളികളാണ് മൃതദേഹം ആദ്യം കണ്ടെത്തിയതും പോലീസിനെ വിവരമറിയിച്ചതും. ഏകദേശം 1.5 മാസത്തോളം പഴക്കമുള്ള മൃതദേഹത്തിന്റെ കാലിലെ മാംസഭാഗങ്ങൾ വേറിട്ട നിലയിലായിരുന്നു. തുടർന്ന് നടത്തിയ വിശദമായ പരിശോധനയിലാണ് മൃതദേഹത്തിൽ കാണപ്പെട്ട മുറിവുകൾ ശാസ്ത്രീയമായ പോസ്റ്റ്മോർട്ടത്തിൻ്റെതാണെന്ന് സ്ഥിരീകരിച്ചത്. കേരളത്തിലെ മെഡിക്കൽ കോളേജുകളിലോ ആശുപത്രികളിലോ നടന്ന പോസ്റ്റ്മോർട്ടമല്ല ഇതെന്നാണ് സൂചന. ഇതോടെയാണ് സംഭവത്തിൽ ദുരൂഹത വർദ്ധിച്ചത്. അന്യ സംസ്ഥാനങ്ങളിൽ എവിടെയെങ്കിലും പോസ്റ്റ്മോർട്ടത്തിന് ശേഷം നിയമവിരുദ്ധമായി കടലിൽ തള്ളിയതാണോ എന്നും അതോ സംസ്കരിച്ച മൃതദേഹം തിരമാലകളിൽപ്പെട്ട് ഒഴുകിയെത്തിയതാണോ എന്നടക്കമുള്ള നിരവധി ചോദ്യങ്ങളാണ് പോലീസിന് മുന്നിലുള്ളത്. ഈ മൺസൂൺ കാലത്ത് ഉണ്ടാകുന്ന മഴയുടെ മറ്റോ ഭാഗമായിട്ടോ മറ്റോ ഫ്ലഡോ ആയിട്ട് സംഭവിച്ച് കടലിലേക്ക് ഒഴുകി വന്നതായിരിക്കാമെന്ന് പറയുന്നത്. മറ്റ് ഇഞ്ചറീസും ഒന്നും അതിൻ്റെ മേലില്ല. ബോഡിയുടെ മുകളിൽ മറ്റ് ആ DK എന്നല്ലാതെ, സ്വാഭാവികമായിട്ടുള്ള DK എന്നല്ലാതെ ഇഞ്ചറീസൊന്നും അതിൻ്റെ മുകളിൽ കാണുന്നില്ല. ബാക്കി എല്ലാ പാർട്സും ഇൻടാക്റ്റാണ്. അതുകൊണ്ട് തന്നെ അത് മറ്റുള്ള രീതിയിലുള്ള ഒരു അന്വേഷണത്തിന് വലിയ പ്രസക്തി ഇല്ലെങ്കിലും നമ്മൾ മംഗലാപുരം ഭാഗത്തും കർണാടക ഭാഗത്തൊക്കെ ഇങ്ങനെയുള്ള ബോഡിയെപ്പറ്റി അന്വേഷിക്കുന്നുണ്ട്. മിസ്സിംഗ് ബോഡിയാകാൻ സാധ്യതയില്ല. മിസ്സിംഗ് ബോഡിയാകുമ്പോൾ വൺസ് മിസ്സിംഗ് ആണെങ്കിൽ പോലും അത് മിസ്സിംഗ് ആയതിനു ശേഷം കണ്ടെത്തി ബറി ചെയ്ത ഒരു ബോഡി ആയിരിക്കാം. അപ്പോൾ തീർച്ചയായിട്ടും അതിന് പരാതിക്കാരെ വരാൻ ഇങ്ങനെ സാധ്യത കുറവാണ്. മൃതദേഹം ആരുടേതെന്ന് കണ്ടെത്താൻ അയൽ സംസ്ഥാനങ്ങളിലെ പോലീസ് സ്റ്റേഷനുകളിലെ കാണാതായവരുടെ വിവരങ്ങളും പോലീസ് ശേഖരിക്കുന്നുണ്ട്. തീരദേശ മേഖലകളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ കടലിൽ കാണാതായവരെക്കുറിച്ചും അന്വേഷണം നടക്കുന്നുണ്ട്. DNA പരിശോധന ഉൾപ്പെടെയുള്ള ശാസ്ത്രീയ മാർഗങ്ങളിലൂടെ മൃതദേഹം തിരിച്ചറിയാനുള്ള ഊർജിതമായ ശ്രമത്തിലാണ് അന്വേഷണ സംഘം. അതിർത്തി കടന്നെത്തിയ അജ്ഞാത മൃതദേഹത്തിന്റെ നിഗൂഢതകൾ അഴിക്കാനുള്ള തീവ്ര പരിശ്രമത്തിലാണ് കോസ്റ്റൽ പോലീസ്. ന്യൂസ് മലയാളം, കാസർഗോഡ്.